എടോ, ആരോഗ്യമുള്ള കാലത്ത് മനുഷ്യൻ ബഹളങ്ങൾ ആഗ്രഹിക്കും, അതുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതില്ലാതാകുന്ന കാലത്ത് അവനവന്റെ വീടിന്റെ ഇറയത്ത് വീഴുന്ന മഴത്തുള്ളിയുടെ അനക്കം പോലും അവന് ഞെട്ടലുണ്ടാക്കും. പേടിയാടോ, ഇപ്പൊ എനിക്ക് പേടിയാ. ബഡേ ബായിക്കറിയാമല്ലോ, രാവും പകലുമില്ലാതെ ഞാൻ ആ മാർക്കറ്റിന് കാവലിരിക്കണത് അവിടെ ജീവിക്കണ കുറെ പാവങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ്. അവരെനിക്ക് തരുന്ന സ്നേഹമേ ഉള്ളൂ സമ്പാദ്യമായിട്ട് ഈ ജീവിതത്തിൽ. അപ്പനെ തല്ലിയിട്ടതിന്റെ കണക്ക് തീർക്കാൻ വന്ന മകനല്ല അവൻ. അതായിരുന്നെങ്കിൽ നിന്നു കൊടുക്കുമായിരുന്നു ഞാൻ എന്റെ ബഡേ ഭായിക്ക് വേണ്ടി. പക്ഷെ അവന്റെ ഉന്ന എന്റെ നാശം മാത്രമല്ല. ഇന്ന് കണ്ണേട്ടൻ, നാളെ മറ്റൊരുത്തൻ, അങ്ങനെ ഓരോരുത്തരെ ഇല്ലാതാക്കി എല്ലാത്തിന്റെ സർവനാശം കണ്ടിട്ടേ അവൻ ഇറങ്ങും. ഞാൻ എന്താ വേണ്ടത്? ബഡേ ഭായി പറയണം. വന്നത് എന്റെ ചോരയിൽ ഉണ്ടാകാനായതുകൊണ്ട് അവനോട് ഏറ്റുമുട്ടാൻ നീ പാളയം മാർക്കറ്റിൽ ഒരു കളം വരച്ച ആരുടെ ദീർഘായുസിന് വേണ്ടി കർത്താവിനെ വിളിക്കും ഞാൻ? ആ കണ്ണീര് കാണുമ്പോ എന്റെ മോൻ ജീവനോടെ ഉണ്ടെന്ന് കേട്ടാ മതി. കണ്ണടയുന്ന കാലം വരെ ഈ അമ്മയ്ക്ക്. ഇനി മതി മോളെ, വാ. ഇതിപ്പോ കഴിയും. അമ്മായി പോയി കിടന്നോ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. ഇത് ഞാനാ, ശങ്കരേട്ടൻ. പേടിക്കണ്ട, ഉപദ്രവിക്കാൻ വന്നല്ല. മോളിങ്ങോട്ട് വന്നേ, വാ. കാര്യം നീ എന്റെ ചെറിയച്ഛന്റെ മോളാണെങ്കിലും പെങ്ങള് തന്നെയല്ലേ. ഇങ്ങനെ കരിയും പുകയും കൊണ്ട് കണ്ടവന്റെ എച്ചിൽ പാത്രം കഴുകി കാലം കഴിച്ചിട്ട് എന്ത് നേടാനടി? അവസാനം ആ മേത്തന്റെ കൂടെ കിടന്ന പെണ്ണെന്ന ചീത്ത പേര് ബാക്കിയാവും. ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇപ്പൊ നീ എന്റെ കൂടെ വന്നാ നിനക്കൊരു ജീവിതം ഉണ്ടാവും. നല്ല 1 നമ്പർ ഷേക്കന്മാരും സായിപ്പന്മാരും ആ നാളെ വരുന്നത്. അതിലേതെങ്കിലും ഒരുത്തന് നിന്നെ കണ്ട് ഇഷ്ടായാൽ അവര് കൂടെ കൊണ്ടുപോകും. പിന്നെ നീ രാജകുമാരിയല്ലേ. നീ നന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഈ ഏട്ടം പറയാന്ന് കരുതിയാ മതി. നീ പറഞ്ഞല്ലോ ഒരു ചീത്തപ്പേരിന്റെ കാര്യം. അത് കേൾക്കണത് എനിക്ക് ഇഷ്ടാടാ. എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും ആ മനുഷ്യന്റെ പെണ്ണാ ഞാൻ. മനസ്സുണ്ട്. നീ എന്നെ തല്ലിയല്ലേടി. ഇനി നീ ഇവിടെ നിന്നാ കൊല്ലും ഞാൻ നിന്നെ. എന്താ ശങ്കര ഈ നേരത്ത്? ഇല്ല, ഞാനിങ്ങനെ പെങ്ങളുടെ വിശേഷം അറിയാൻ, അതും പിന്നാമ്പുറത്ത്. അല്ല, പെങ്ങളെ സുഖം. ഭായി എന്നെ ആശീർവദിക്കണം. അപ്പൊ ഞാൻ അങ്ങോട്ട് സലാം ഭായി. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് പേർ, എന്റെ കാലന്റെ രൂപത്തിൽ. അതൊക്കെ കഴിഞ്ഞിട്ടൊരു ജീവിതം, അതിന് ആയുസ് ബാക്കി ഉണ്ടാവോ എന്നറിയില്ല. This is an introduction to the Malabar City project. And this is the heart of Calicut City. Is this Palyam market? Yeah. Aiwa, in Ali Bhai? Ali Bhai? Who is this Ali Bhai, stupid guy?
This project is worth crores and crores of rupees, and I just need a few thousands to finish him off. Let us come to the topic. See, this is Valiyangadi, the oldest street of Calicut city. Valiyangadi and Palayam are the central points of this project. whole bala. This is Vellail Beach. The sea is comparatively very deeper. So, this is the most accurate place for our gas plant. Now let us see the model of the new project, designed by me, the Malabar City. Ahal Madolil. It's amazing. Ya Allah. If we are able to complete the project in 2 years, Calicut is our very own city. Gambling, women, wine. We will provide our customers with all kinds of entertainment. In fact, it will be an underworld pleasure city. Even foreigners will flow to this place. All of you will get 10 times what you invested in this project because this is a historical place. Okay. ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ഈ കേരളത്തിലെ ഓരോ മലയാളിയും അഭിമാനത്തോടെ പറയും ഇത് ഈ നാടിന്റെ പുരോഗതിയാണെന്ന്. പക്ഷേ ഇവരാരും അറിയുന്നില്ലല്ലോ ഇതൊക്കെ അവന്റെ അധോഗതിയാണെന്ന്. Oh, bless. Okay, Mr. Dan, we are ready to invest in this project. We are also ready to invest. Okay. Ada in the fi kalam philos. Invest anakat niha. We are ready. Thank you. Ya Allah. Everything cleanly. So yeah, you I have will send to Mr. Samuel to be Dubai ready in and certain to period. finalize the details. And how much it will cost? I think so. എന്തായി അവരൊഴിഞ്ഞോ? സാർ നമ്മൾ പറഞ്ഞ തുകയിൽ ബാക്കി കൂടി കിട്ടാതെ ഒഴിയാൻ പറ്റില്ല എന്നാ അവര് പറയണത്. ഇതിപ്പോ ശരിക്കും ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാ തോന്നണേ. ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? ആ ചെറ്റക്കുടിലുകൾക്ക് 2 ലക്ഷം രൂപ തന്നെ ധാരാളമാണ്. അവറ്റകളുടെ പ്രമാണം നിന്റെ കയ്യിലുണ്ടോ? അതൊക്കെ ഇവിടെ റെഡിയാ. എന്നാ പിന്നെ മറ്റൊന്നും ആലോചിക്കാനില്ല, കത്തിച്ചു കളഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞേ. വണ്ടി എടുത്ത് മാറ്റണ മര്യാദക്ക് വഴി മാറിക്കോ. ഈ കോർണകത്തിരിക്കുന്നത് ആരാന്ന് അറിയാമോ നിനക്കൊക്കെ? ഈ കാറിനകത്തിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ആണേലും നമുക്കെന്താണ് കോയ? ഇത് കോഴിക്കോട്ടങ്ങാടിയല്ലേ? അൻവറെ വേണ്ട, ഇത് കളി മാറുവേ. കളി മാറി സുന്ദര. അതല്ലേലും ഞങ്ങൾക്കൊക്കെ അങ്ങനെ ബേഷായി തന്നിട്ട് ഈ കൊണ്ടാണ്ടർമാരെ അങ്ങനെ അങ്ങോട്ട് വിമാനത്തിൽ കയറ്റി വിട്ടാൽ എങ്ങനെയാ? അത് ശരിയാവില്ലല്ലോ കോയ. Mr. Sundaram, what happened? Who is this? I am Ali Bhai, captain of this city, this Calicut city. മനസ്സിലായ സൈപ്പേഴ്സ് ആൻഡ് അർബിറ്റൻസ്, we are not beggars. Years back, Vasco da Gama landed in this place. നമ്മുടെ കാപ്പാട് കടപ്പുറത്ത്. മൂപ്പരൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന നിന്നെപ്പോലുള്ള തെണ്ടി സായിപ്പന്മാരാണ് നമ്മൾ ഇന്ത്യക്കാർക്കിട്ട് പണി തന്നിട്ട് പോയത്. അതുകൊണ്ട് നോക്കി നിൽക്കാൻ നമ്മളെയൊക്കെ കച്ചവടം ഉറപ്പിച്ച് തീരെ എഴുതിയ പെട്ടിയും പ്രമാണം എടുത്ത് പുറത്തേക്കിടാം. ഇക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ അനങ്ങിയാലുണ്ടല്ലോ പൊട്ടിക്ക് ഞാൻ. ഇതാണ് സുന്ദര നിനക്കുള്ളൊരു കുഴപ്പം. നീ ചന്തി കഴിയണതും ചോറുണ്ണതും ഈ ഒരു കൈ കൊണ്ടാ. അതിന്റെ ഒരു ബുദ്ധിയില്ലായ്മ നിനക്കുണ്ട്. അതല്ലെങ്കിൽ സുന്ദര, നിന്റെ കയ്യിലുള്ള ഈ 6 ഉണ്ട കൊണ്ട് ഞങ്ങൾ ഇത്ര ആൾക്കാരെ ഈ ഉണ്ടാക്കാനാട്ടാ. ഒരിക്കൽ നീ പറഞ്ഞു, നഷ്ടപ്പെട്ട ഈ ബലം കൈക്ക് പകരമായിട്ട് ഒരു മരക്കൈയെങ്കിലും വെക്കാൻ നിനക്ക് പറ്റിയെന്ന്.
അന്ന് എനിക്ക് നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് ഞാൻ നേടിയെടുത്ത സമ്പാദ്യമാടാ, എന്റെ സൈന്യമാടാ. അതുകൊണ്ട് കോയ, ഈ സാധനം ഒന്നിലെടുത്ത് അരയത്തിരികെ, അല്ലേ വേണ്ട രാമ പിടിച്ചയക്കടാ. ഞാൻ അറബിക്കിട്ട് 2 പൊട്ടിക്കട്ടെ. അയ്യോ ഇതിനകത്തുണ്ടായിരുന്നോ? പോടാ ഇറങ്ങി പോടാ. അടുക്കും നല്ല പെട്ടി എല്ലാം കത്തിക്കാം. പിടിച്ചോ. പണ്ട് ഗാന്ധിജി ടോൾ കോയ ക്വിറ്റ് ഇന്ത്യ, ബട്ട് നൗ അലിബായി ടെല്ലിംഗ് ക്വിറ്റ് കാലിക്കറ്റ്. തിരിച്ചൊന്നായി തീയിലിട്ട് കത്തിക്ക് ഞാൻ. ഐ വിൽ കിൽ യു. No, please don't kill us. We are going back. കോയ, ഇതെന്ത് ആൽഹേൻ മാഫുറു ആനബ ഖലാസ് മിനി. അലി ഭായ് എന്തെങ്കിലും പറഞ്ഞു ഇവിടുന്ന് പോയാ മതി. പോ. Okay, we are going. Go, go, go. Don't come back. Go. അങ്ങനെ ആ കച്ചവടം അങ്ങോട്ട് കബൂലായി. ഇനി നിന്റെ കച്ചവടം ഇവിടെ വെച്ച് അങ്ങോട്ട് കബൂലാക്കാൻ പോവാ. ഉപ്പാ, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്നും ചെയ്യണ്ട, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. ഇവന്റെ പൊടി പോലും ബാക്കിയുണ്ടാവും. വേണ്ട, അയ്യോ അൻവറെ പ്ലീസ്. അൻവർ അല്ല സുന്ദര, അലിഭായ്. അലിഭായ്, അലിഭായ്, ഞാൻ നിങ്ങളോട് യാചിക്കുക, എന്നെ കൊല്ലരുത് പ്ലീസ്. ഞാൻ കാരണം എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്നെ കൊല്ലരുത് പ്ലീസ്. ഞാൻ പോയിക്കോളാം, എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, ഇന്ന് തന്നെ പോയിക്കോളാം. അലിഭായ് പറയുന്നത് പണ്ട് നിന്നെ കള്ളനാക്കിയ ആ സുന്ദരൻ തമ്പിയല്ല, എന്നും എന്നും നീ കാണാൻ ആഗ്രഹിച്ച നിന്റെ ആ കളിക്കൂട്ടുകാരനായ സുന്ദരനാ. പോയിക്കോളാം, ഇന്ന് തന്നെ പോയിക്കോളാം. എങ്കിൽ പോയി എവിടെയെങ്കിലും ജീവിക്കേ. ചതിക്കാനും വഞ്ചിക്കാനും ഒറ്റിക്കൊടുക്കാനും അല്ലാതെ നല്ല മനുഷ്യനായിട്ട്. പക്വതയെത്താത്ത പ്രായത്തില് നിന്നോട് ചെയ്തു പോയ ഈ തെറ്റിന് പ്രായച്ചിത്തത്തിന്റെ കണ്ണീരായിട്ട് ഒരിത്തിരി ബാക്കിയുണ്ട് ഇപ്പോഴും ഈ ഉള്ളില്. അതുകൊണ്ട് പോ.